പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്ന് കുറിപ്പെഴുതി വെച്ച് തൃശൂരിൽ യുവാവ് ആത്മഹത്യ ചെയ്തു. അഞ്ഞൂർ സ്വദേശിയായ മനീഷാണ് ആത്മഹത്യ ചെയ്തത്. യുവാവിനെ ബ്ലേഡ് മാഫിയക്കാർ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ മൃതദേഹം റോഡിൽ വെച്ച് പ്രതിഷേധിച്ചു. മനീഷിന്റെ റിലേറ്റീവിന്റെ തന്നെ ഒരു വണ്ടി അവന്റെ ഒരു ഫ്രണ്ടിന്റെ പക്കല് പണയം വയ്ക്കാൻ കൊടുത്തതാണ്. അപ്പോൾ അതിനുശേഷം അവന്റെ റിലേറ്റീവ് അതിന്റെ ഇൻട്രസ്റ്റ് കറക്റ്റ് കൊടുത്തിരുന്നില്ല എന്നാണ് മനീഷ് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിരന്തരം ആ ആള് വിളിച്ചിട്ട് മനീഷിനെ ശല്യം ചെയ്യും. 2-3 തവണ മനീഷിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് അതിന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളും കൊടുത്തിരുന്നത്. മനീഷിനെ ഒരു കൊണ്ടുപോയിട്ട് റൂമിൽ പൂട്ടിയിട്ട് നടക്കം ഇപ്പൊ ഈ മരിച്ചതിന് ശേഷമാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു മാനസിക വിഷമത്തിലും ആ പൈസ മൊത്തത്തില് അയാൾ കൊടുത്തുകൊള്ളാന്ന് അയാൾ ഒരു ഏറ്റെടുക്കണ പോലെ ചെയ്തുകൊണ്ടാണ് അതിന്റെ ഒരു മനോവിഷമത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നടരാജ് പരശുരാമുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നടരാജ്, എന്താണ് സംഭവം? നാട്ടുകാർ എന്താണ് പറയുന്നത്? ഈ അഞ്ഞൂർ സ്വദേശിയായ മനീഷാണ് ആത്മഹത്യ ചെയ്തത്. മനീഷ് തന്റെ ബന്ധുവിന് വേണ്ടി ബ്ലേഡ് മാഫിയയിൽ നിന്നും പണം എടുത്തു നൽകിയിരുന്നു. ബന്ധുവിന്റെ വാഹനം പണയം വെച്ചാണ് ഇത്തരത്തിൽ പണം എടുത്തു നൽകിയത്. പക്ഷെ ബന്ധു കൃത്യസമയത്ത് പണം അടയ്ക്കാത്തതിനെ തുടർന്ന് ബ്ലേഡ് മാഫിയയുടെ ഭീഷണി മനീഷിനെ പലപ്പോഴും നേരിടേണ്ടി വന്നിരുന്നു. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിച്ചപ്പോൾ പോലീസും ഇതിൽ സെറ്റിൽ ചെയ്യാനുള്ളൊരു നിർദ്ദേശമാണ് നൽകിയത് എന്നാണ് ആരോപണം. തനിക്ക് നീതി കിട്ടിയില്ല എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ മനീഷ് എഴുതി വെച്ചിരിക്കുന്നത്. സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട പരാതിയിൽ നീതി കിട്ടിയില്ല എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം മനീഷിനെ കാണാതായിരുന്നു. ഇന്നാണ് ക്വാറിയിൽ നിന്നും മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും നീതി ലഭിച്ചില്ല എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതോടുകൂടിയാണ് നാട്ടുകാർ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. അവർ മൃതദേഹം റോഡിൽ വെച്ച് പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. ശരി, നടരാജ പരശുരാമാണ് വിശദാംശങ്ങൾ നൽകിയത്.